ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ രുദ്ര ബേബിക്ക് നമ്മൾ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള പോട്ടിയുടെ അൺബോക്സിങ് വീഡിയോ ആണ്. അതുമാത്രമല്ല, പോട്ടിയെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോട്ടി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കുറച്ച് കാലമായിട്ട് എൻ്റെ മനസ്സിൽ കിടന്നിട്ട് ഇങ്ങനെ ഓടാൻ തുടങ്ങിയതാണ്. അത് വേറൊന്നും കൊണ്ടല്ല, നമുക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, നമ്മുടെ കുട്ടിക്ക് ഒരു സ്ട്രക്ചർ കൊണ്ടുവരണം, അതുപോലെ ടോയ്ലറ്റ് ട്രെയിനിങ് കൊണ്ടുവരണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പരീക്ഷണം നടത്തിയത്. അപ്പോൾ പാക്കിംഗ് ഒന്നും കുഴപ്പമില്ല, നല്ല രീതിയിലായിരുന്നു. ചേച്ചിയുടെ മോനും അമ്മയും കൂടെയാണ് ഈ അൺബോക്സിങ് പരിപാടിയൊക്കെ ചെയ്യണത്. അപ്പോൾ ഇവന് ഇക്കാര്യത്തിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ പാക്കറ്റ് പൊട്ടിക്കുക, അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ഉള്ളിൽ നോക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനെയൊക്കെ അവനൊരു പ്രത്യേക വൈബാണ് അതിനോട്. അപ്പോൾ ഇതാണ് നമ്മുടെ പോട്ടി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം സെറ്റായിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അതിൽ ഈ ഒരു കാര്യം അവൾക്ക് എത്രത്തോളം കംഫർട്ട് ആവും എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതെൻ്റെ ഒരു ആഗ്രഹപ്രകാരം നമ്മൾ ചെയ്യുന്നതാണ്. ഞാൻ ഒരുപാട് പേരുടെയൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ആരുടെയും റിവ്യൂ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇതെൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ സെർച്ച് ചെയ്തിട്ട് ഞാൻ നോക്കിയതാണ്. മീഷോന്ന് മേടിക്കാൻ കാരണം എന്ന് പറയുന്നത്, ഞാൻ വേറൊരു ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പും ഡൗൺലോഡ് ചെയ്തിട്ടില്ല, മീഷോ മാത്രമേ ഉള്ളൂ. ഈടായിട്ട് കുറച്ച് കാര്യങ്ങൾക്ക് ഞാൻ മീഷോനെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചീപ്പസ്റ്റ് ആയിട്ടുള്ള റേറ്റിന് നമുക്ക് കിട്ടും. കുറച്ച് ക്വാളിറ്റിയും കൂടെ നമ്മൾ നോക്കണം, എന്നിരുന്നാലും സംഗതി നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ പിടിച്ചിരിക്കാനുള്ള അത് മാത്രമേ നമ്മൾ അവിടെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ ഈ സെൻറ്ററിൽ വെക്കുന്ന ഈ ഒരു പാത്രം, അപ്പോൾ ഇതിൽ യൂസേജ് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്ത് വാഷ് ചെയ്തിട്ട് അത് തന്നെ നമുക്ക് റീസെറ്റ് ചെയ്യാം. അതുപോലെ നമ്മൾ രുദ്രനെ ഒന്ന് ഇരുത്തി നോക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്, അവൾക്ക് ഒരു കംഫർട്ടാണോ എന്നൊക്കെ. അവൾക്കൊന്നും അറിയില്ല, എന്നാലും നമ്മുടെ ഓരോ ആഗ്രഹങ്ങളാണല്ലോ, അതിനൊത്ത് ഇപ്പോഴൊക്കെ ഇവരെ പിടിച്ചാൽ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് അവരിങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കാം, പറ്റുന്ന പോലെയൊക്കെ ട്രെയിൻ ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് അവളതിലൊന്ന് ഇരുത്തണം. അവളെ ഇരുത്തിയിട്ടുണ്ട്, അപ്പോൾ അവൾ ഓക്കെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് ഒന്ന് കടക്കാം. ഓക്കെ, അപ്പോൾ പ്രൊഡക്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഒക്കെ നോക്കാം. അതായത് നമുക്ക് അതിൻ്റെ കുറച്ച് ഏതൊരു പ്രൊഡക്റ്റിനും ഒരു നല്ല വശവും അതിൻ്റെ ഒരു മോശമായിട്ടുള്ളൊരു വശം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ ക്വാളിറ്റീസ് ആൻഡ് ഡിസ്ക്വാളിറ്റീസ് എന്നൊക്കെ നോക്കാം. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, നമ്മുടെ രുദ്രയുടെ പോട്ടി എന്ന് പറയുന്നത്. കാണുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു അളവ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 7.5 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. നമ്മൾ ആ പിക്ചറിൽ കാണുമ്പോൾ, ഇപ്പോൾ ഞാൻ മീഷോന്ന് ആ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അതിൻ്റെ പിക്ചറിൽ കാണുമ്പോൾ ഒരു കുറച്ചുകൂടെ വലിയൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് തോന്നുക. നമ്മുടെ വിഷൻ്റെ പ്രശ്നമാണോന്ന് അറിയില്ല. പിന്നെ ഞാൻ ആ ഇമേജ്, ഈ സാധനം കയ്യിൽ കിട്ടിയിട്ട് പിന്നെ ഞാൻ ആ ഇമേജ് വീണ്ടും നോക്കിയ സമയത്ത് അത് നമുക്ക് കാണാൻ പറ്റിയത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബാത്റൂം സീനറിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മളൊരു യൂറോപ്യൻ ടോയ്ലറ്റിൻ്റെ രീതിയിൽ ഒരു സ്ട്രക്ചറൊക്കെ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വിചാരിക്കും എന്താണ് കുറച്ചും കൂടെ ഒരു വലിയ ഒരു പ്രൊഡക്റ്റ് ആണെന്നാണ് തോന്നുക. അത് നമ്മുടെ വിഷൻ്റെ പ്രശ്നമാണ്, അതിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് നമ്മൾ അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചതുമില്ല. അപ്പോൾ ഒരു 7.5 സെൻറ്റിമീറ്റർ വലുപ്പമേ ഉള്ളൂ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ അവൾ ഭയങ്കര കംഫർട്ടാണ്, അവൾക്ക് പിടിച്ചിരിക്കാനൊക്കെ പറ്റും. എങ്ങനെ ഇപ്പോൾ അവൾ അതിലിരുത്തി കഴിഞ്ഞാൽ അവൾ ഇതിലിങ്ങനെ പിടിച്ചിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. ഓക്കെ, പിന്നെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യം ഒരു പ്രീമിയം ക്വാളിറ്റി നമുക്കിതിൽ ഉണ്ട്. പിന്നെ ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും, ഇതിപ്പോൾ നമ്മൾ ഒരു വോളിൽ ഒരു ചുമരിൽ ഇങ്ങനെ ചാരി വെക്കണം എന്നൊന്നുമില്ല. ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിങ്ങനെ താഴെ വെച്ചാലും അതിങ്ങനെ വീഴൊന്നുമില്ല, ബാക്കിലേക്ക് വീഴൊന്നുമില്ല. ഇവിടെ ഒരു സപ്പോർട്ട് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഇതിനുണ്ട്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഇപ്പോൾ അവളുടെ ടോയ്ലറ്റ് യൂസേജ് കഴിഞ്ഞാൽ നമുക്ക് ഇത് റിമൂവ് ചെയ്തിട്ട് ഇത് വാഷ് ചെയ്തിട്ട് വീണ്ടും നമുക്കിതിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു സ്ട്രക്ചർ. നിങ്ങൾ മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ ഒന്നുകൂടെ ഒരു റിവ്യൂ നിങ്ങൾക്കായിട്ടൊന്ന് കാണിച്ചതാണ്. നല്ലതാണ്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണലി അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, കുഴപ്പമില്ല. ഇപ്പം നമ്മൾ വാങ്ങിച്ചൊരു എമൗണ്ട്, നമ്മൾ കൊടുത്തൊരു എമൗണ്ടിന് വേർത്താണെന്ന് പറയും. കാരണം ഇപ്പം എൻ്റെ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൾ സെയിം ഇതേപോലെ ഒരു പോട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെയല്ല, നമ്മളിങ്ങനെ ഒരു വെഹിക്കിളിൻ്റെ ഒരു ടൈപ്പിൽ, ഒരു വണ്ടിയുടെ ടൈപ്പിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായിരുന്നു. അത് ഇത്ര വലിപ്പമൊന്നുമില്ല.
അപ്പോൾ അതിന് തന്നെ 500 സംതിങ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇതിന് നമുക്ക് 700 രൂപയാണ് അതിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ അതിൻ്റെ ഡിസ്കൗണ്ടും അതുപോലെ നമ്മൾ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുമ്പോൾ മീഷോയിൽ എല്ലാവർക്കും അറിയാം എന്താണ് ഒരു 10-15 രൂപ അത് പ്രൊഡക്റ്റ് ബേസ് ചെയ്തിരിക്കും. അപ്പോൾ അത്ര കുറച്ച് പൈസ അതിൽ കുറഞ്ഞു കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു എമൗണ്ടാണ്. പക്ഷെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, നമുക്കതിൻ്റെ ഒരു ഗുണം നോക്കാം. ഗുണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മേടിക്കുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ നോക്കാറുണ്ട്. ഒന്നാമത് തന്നെ ക്വാളിറ്റി, രണ്ടാമത് തന്നെ ക്യാഷ്. നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് വേണമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കാറുണ്ട്. ഇപ്പോൾ ഇത് കുറേ ടൈമായിട്ട് കാർട്ടിലിട്ട് വെച്ച ഒന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് പർച്ചേസ് ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നമുക്ക് എന്താണിത് ഇതുകൊണ്ടൊരു ഗുണം, അങ്ങനെയൊക്കെ ചിലർ ചോദിക്കും അല്ലേ. അതുപോലെ ചിലർ ചോദിക്കും എന്തിനാ ഇത്രയും പൈസയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു പോട്ടിയൊക്കെ വാങ്ങിച്ചത്, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ അവർക്കുള്ള മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പൊതുവേ കാണാറുണ്ട്, ഇപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലീനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഉൾപ്പെടെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കേണ്ടി വരും, അതുപോലെ ബേബിയുടെ കാര്യങ്ങൾ നോക്കേണ്ടി വരും, എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടി വരും. ആ സമയത്ത് നമ്മുടെ ബേബിയുടെ കാര്യത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാനേ പാടില്ല. കാരണം നമ്മൾ കൊടുക്കുന്ന ഒരു ട്രെയിനിങ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മൾ സംസാരിക്കുന്നത്, ഇതൊക്കെയാണ് അവർ ക്യാപ്ചർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ നമ്മൾ അവരുടേതായിട്ടുള്ള രീതിയിൽ നമ്മളെല്ലാ കാര്യങ്ങളും ഒരു ഓർഡറായിട്ട് കൊണ്ടുവരണം. അതിനാണെന്നുണ്ടെങ്കിൽ ഈ പോട്ടി വളരെയധികം യൂസ്ഫുൾ ആണ്. അത് ഈ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഒരു വെസ്റ്റേൺ ടോയ്ലറ്റിൻ്റെ ഷേപ്പാണ് വരുന്നത്. അപ്പോൾ ഭാവിയിൽ ഇനിയിപ്പോൾ അവർ കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ ഓട്ടോമാറ്റിക്കലി എന്താണ് ഈ ഒരു ടോയ്ലറ്റിൻ്റെ സ്ട്രക്ചറിന് ആയത് കാരണം, ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു സ്ട്രക്ചർ സെലക്ട് ചെയ്യാൻ തന്നെ കാരണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഒരു സ്റ്റൈലൊക്കെ ആകുമ്പോൾ ഇവർ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും അതിൽ തന്നെ പോയിട്ട് അവർ ഇരുന്നോളും. കാരണം അവർക്ക് അറിയില്ല ഇതെങ്ങനെയാണ് എന്താണെന്ന്. അപ്പോൾ മുന്നേ നമ്മൾ ഇതേ സ്ട്രക്ചറിൽ ഒരു ട്രെയിനിങ് കൊടുക്കുമ്പോൾ അതൊരു യൂസ്ഫുൾ ആയിട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, കുട്ടികൾക്ക് ടോയ്ലറ്റ് പോകാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അവർ പുറത്തേക്കൊക്കെ ഓടും, അല്ലെങ്കിൽ പുറത്തൊക്കെ മോഷൻ പോവും, അങ്ങനെയൊക്കെ ചെയ്യും, പുറത്ത് പോയിരിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അതായത് സാധാരണ ഇപ്പോൾ സാധാരണ മിഡിൽ ക്ലാസ്സിലൊക്കെ അങ്ങനെയാണ്. അപ്പം അങ്ങനെ പോയിരിക്കുകയൊക്കെ ചെയ്യും അല്ലേ. അപ്പം നമ്മൾ വീണ്ടും അത് അവിടെ നമ്മുടെ സറൗണ്ടിങ്സിൽ അതൊരു മോശമായിട്ടുള്ളതായിരിക്കും. പുറത്ത് പോയി കഴിഞ്ഞാൽ എന്താണ്, അവർ അതേപോലെ ബിഹേവ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ തുടക്കം തന്നെ, ഇപ്പോൾ രുദ്രയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവൾക്ക് 5 months കഴിഞ്ഞു, 6 months ആയിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ചുകൂടെ മുന്നേ തന്നെ ചെയ്യിപ്പിക്കാം. പക്ഷെ അവളൊന്നിങ്ങനെ ഇരുന്നൊക്കെ നമുക്കൊന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്, എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മളിതൊക്കെ ഓരോന്നിങ്ങനെ സെർച്ച് ചെയ്തിട്ടും ആൾക്കാർ പറയണ കേട്ടിട്ടും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഈ പോട്ടി എന്ന് പറയുന്നത് ഒരു നല്ല കോൺസെപ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്കിപ്പോഴും തോന്നുന്നു അത് നല്ലൊരു കാര്യമാണ്. കാരണം അവൾ അതിൽ കംഫർട്ട് തന്നെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ അതിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവൾ അതിന് നീറ്റ് പോരും, മീൻസ് അവൾ അതിൽ ഒരു ഡിസ്കംഫർട്ട് കാണിക്കുന്നു. പക്ഷെ അവൾ കൂളാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ മോഷൻ പോട്ടെ എന്നൊക്കെ അവളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവൾ അത് യൂറിൻ പാസ് ചെയ്യും, മോഷൻ പോകും, ഒക്കെ അവളത് ചെയ്യും. അപ്പോൾ രാവിലെയൊക്കെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിലൊന്ന് ഇരുത്തി കഴിഞ്ഞാൽ, ഡയപ്പറോ അല്ലെങ്കിൽ തുണിയൊക്കെ മാറ്റിയിട്ട് ഇതിൽ ഇരുത്തി കഴിഞ്ഞാൽ അവൾ എന്താണ് കംഫർട്ടായിട്ട് അതിൽ അവൾ ഇരുന്നോളും. അപ്പോൾ അവളുടെ കാര്യത്തിൽ ഓക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ 100% ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പോട്ടി കുട്ടിക്ക് വേണ്ടി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ചെറിയ പോട്ടി ആണെങ്കിൽ അവർക്കൊരു സപ്പോർട്ടിങ് ബാലൻസ് ചെയ്യാൻ സപ്പോർട്ടീവായിട്ടുള്ള ഒന്നും അതിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവരെന്താണ് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതാവുമ്പോൾ എന്താണ് അവർക്കിങ്ങനെ ഇരുന്നിട്ട് സുഖമായിട്ട് ഇരിക്കാം. എന്നിട്ട് അവളാണെങ്കിൽ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വെച്ച് നമ്മളിങ്ങനെ പിടിപ്പിച്ച് കൊടുക്കാം, ഇതിലിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അങ്ങനെ ചെയ്തോളും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താണ് ഒരു പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, പോട്ടി ട്രെയിനിങ് മസ്റ്റായിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണെന്നാണ് പറയാം. അപ്പോൾ എൻ്റെ പേഴ്സണലി അഭിപ്രായം നിങ്ങളോടായിട്ട് ഷെയർ ചെയ്തു. അവളുടെ പോട്ടിയായിട്ട് സംബന്ധിച്ചിട്ടുള്ളത് വിഷൻ കൊണ്ടുവരാൻ സാധിക്കും, അതുപോലെ ബേബിക്ക് ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. എല്ലാം ഞാൻ ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മീഷോയിൽ പോയിട്ട് ഇത് ഓർഡർ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് സജസ്റ്റ് ചെയ്യുകയും കൂടി ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.